ഹലോ, നമുക്കിന്നൊരു മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കിയാലോ. ഇത് കണ്ടില്ലേ, നമ്മൾ ഫ്രീസറിൽ സൂക്ഷിച്ച് വെച്ചിരുന്ന മാങ്ങയാണ്, നമ്മുടെ നാട്ടുമാങ്ങയാണ്. അപ്പോൾ നമുക്ക് കിട്ടിയ സമയത്ത് നമുക്ക് എല്ലാം കൂടെ ഉപയോഗിച്ച് തീർക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പം നമ്മളതിൻ്റെ തൊലി കളഞ്ഞിട്ട് ഉപ്പും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് വേവിച്ച് നമ്മൾ ഫ്രീസറിനകത്താക്കി ഓരോ ഡബ്ബാസിലിട്ട് വെച്ചാൽ മതി. ഒരു കുഴപ്പം ഉണ്ടാവില്ല. നമുക്ക് അത് ഓഫ് സീസൺ ആവുന്ന സമയത്ത് ഉപയോഗിക്കാൻ പറ്റും. ഇപ്പോൾ എടുക്കുമ്പോൾ ഇത്തിരി കല്ലിച്ച പോലെ ഇരിക്കും, പക്ഷേ ഇത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഒരു അരമണിക്കൂർ ഒരു ഹാഫ് ആൻ അവറിനുള്ളിൽ തന്നെ ഇത് ഓക്കെ ആവും. കണ്ടില്ല, അതിൻ്റെ ജ്യൂസ് പതുക്കെ പുറത്തോട്ട് വരുന്നത്. അല്ലെങ്കിൽ നമുക്കിത് പെട്ടെന്നാവണമെങ്കിൽ ഇച്ചിരി തണുത്ത വെള്ളത്തിനകത്തോട്ട് ഈ കണ്ടെയ്നർ വെച്ച് കഴിയുമ്പോഴത്തേക്ക് സാധാരണ വെള്ളത്തിലോട്ട് വെച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മൾക്കിത് നോർമൽ ചൂടുവെള്ളത്തിൽ വെക്കേണ്ട ആവശ്യമില്ല, തണുത്ത വെള്ളത്തിൽ വെച്ചാൽ മതി. ഇപ്പോൾ നമ്മളിവിടെ അരയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന തേങ്ങയുണ്ട്, ഇച്ചിരി എക്സ്ട്രാ നമ്മൾ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ കറിവേപ്പില, കടുക്, ഇത്രയും സാധനങ്ങളാണ് നമ്മൾ അരയ്ക്കുന്നത്. നമ്മൾ ഈ സാധനം നന്നായിട്ട് റൂം ടെമ്പറേച്ചറിലോട്ട് ഇട്ട് മാങ്ങ ഇപ്പം ഇച്ചിരി തണുപ്പൊക്കെ മാറി റെഡിയായി. അപ്പം നമ്മളൊരു കടായിലോട്ട് നമുക്ക് ആവശ്യമുള്ള അത്ര എടുത്ത് വെച്ച് ഒന്ന് ചൂടാക്കും. ആ സമയത്ത് നമ്മുടെ തേങ്ങ നല്ല വെണ്ണ പോലെ അരയണം. വെണ്ണ പോലെ അരഞ്ഞ തേങ്ങയ്ക്കകത്ത് നമ്മൾ തേങ്ങയ്ക്കകത്ത് വെള്ളം ഒഴിച്ചല്ല അരയ്ക്കുന്നത്, കട്ട തൈര് ഉപയോഗിച്ചാണ് അരയ്ക്കുന്നത്. കട്ട തൈര് ഉപയോഗിച്ച് നന്നായിട്ട് അരഞ്ഞ തേങ്ങ ലാസ്റ്റ് നമ്മൾ കടുവും കൂടി ഇട്ടൊന്ന് ചതച്ചെടുക്കും. നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പറ്റും. ആവശ്യത്തിന് കറിവേപ്പില ഇടണം. നമ്മൾക്ക് ഉപ്പ് നോക്കിയിട്ട് എന്തായാലും നമുക്ക് ഉപ്പ് ചേർക്കേണ്ടി വരും. ഉപ്പും ശകലം മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ എക്സ്ട്രാ നമുക്ക് ആഡ് ചെയ്യേണ്ടി വരും. പിന്നെ നമ്മൾ വെള്ളം ഇതിനകത്ത് ഒഴിക്കുന്നേ ഇല്ല, കട്ട തൈര് ഉപയോഗിച്ചാണ് അരയ്ക്കുന്നതും എല്ലാം ചെയ്യുന്നത്. എന്നിട്ട് ഇത് നമ്മളിങ്ങനെ ചൂട് കാണിച്ച് ഒരുപാട് തിളപ്പിക്കരുത്, ഒരു പത വരും. ആ പത വരുന്ന സമയത്ത് അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, നമ്മളിച്ചിരി ടേസ്റ്റ് ചെയ്തപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു, മഞ്ഞൾപ്പൊടി മുളക് പൊടിയുടെ കുറവുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ശരിയായി. ഇപ്പോൾ പത വരുന്നുണ്ട്. ഈ പത വരുന്ന സമയത്ത് നമ്മളിത് വാങ്ങി വെച്ചിട്ട് ഒരു ചെറിയ കടായി വെച്ചിട്ട് അതിനുള്ളിലോട്ട് ഉലുവയും, നമ്മളിതിനകത്ത് ഉലുവയാണ് ഇടുന്നത്. ഇനി കടുക് ഇടേണ്ട കാര്യമില്ല, കടുക് ഇട്ട് കാരണം ഓൾറെഡി നമ്മൾ അരച്ചതുകൊണ്ട് വീണ്ടും കടുക് ഇടേണ്ട ആവശ്യമില്ല. അപ്പോൾ ഉലുവ ഇട്ട് നന്നായി മൂത്തതിന് ശേഷം കറിവേപ്പില നമുക്ക് എത്ര വേണമെങ്കിൽ ഇടാം. വറ്റൽമുളകും അത് മൂത്ത് ഇങ്ങനെ വീർത്തത് പാകമായി വരും. ആ സമയത്ത് നമ്മുടെ ഈ വാങ്ങി വെച്ചിരിക്കുന്ന മാങ്ങാക്കറിക്കകത്തിലേക്ക്, പഴുത്ത മാങ്ങാക്കറിയിലേക്ക് ഇതിനകത്ത് നമ്മൾ ശർക്കരയൊന്നും ആഡ് ചെയ്തില്ല, കാരണം നാട്ടുമാങ്ങയ്ക്ക് നല്ല മധുരമുള്ളതാണ്. പ്ലസ് ഒരു ലൈറ്റ് പുളിയുണ്ട്. പ്ലസ് നമ്മളിപ്പോൾ ഈ തൈരും കൂടെ ചേർക്കുമ്പോൾ ഇപ്പോൾ നമ്മൾ കടുക് വറുത്ത് താളിച്ചു